നായകന്മാരെയും നായികമാരെയും നക്ഷത്രങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കാറ്. നക്ഷത്രങ്ങൾ താഴേക്ക് നോക്കാറില്ല. എന്നാൽ നക്ഷത്രമായിട്ടും ഉള്ളിലേക്ക്, സ്വന്തം മനസ്സിലേക്ക് നോക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മമ്മൂട്ടി. എം.ടി. വാസുദേവൻ നായർ പറഞ്ഞത്, കുറ്റങ്ങളുടെയും കുറവുകളുടെയും നേർക്ക് ദൂരദർശിനി തിരിച്ചുവെച്ച കലാകാരൻ എന്നാണ് മമ്മൂട്ടിയെ പറ്റി പറഞ്ഞത്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ പ്രസ്താവം ശരിയാണോ? നമ്മളിലേക്ക് നോക്കുന്നത് നക്ഷത്രങ്ങൾ, അദ്ദേഹം ഇത് കമ്പയർ ചെയ്യുമ്പോൾ ദൂരദർശിനി, അതായത് നമ്മളിലേക്ക് തന്നെ ഒരു കണ്ണാടി തിരിച്ചു വെച്ച് നമ്മളിങ്ങനെ നോക്കുന്നത് നമ്മുടെ മുഖമാണ് കാണുന്നത്. കുറച്ചുകൂടെ താത്യം ചിലപ്പോൾ മനസ്സ് കാണാൻ പറ്റാത്ത ട്രാൻസ്പെറന്റ് അല്ലാത്തതുകൊണ്ടാണല്ലേ. പക്ഷെ കുറച്ചുകൂടെ മുകളിലൊക്കെ നമ്മുടെ ബ്രെയിൻ കാണാം. ബ്രെയിൻ നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ ചിന്തകളോ നമ്മുടെ ധാരണകളോ സങ്കല്പങ്ങളോ ഒക്കെ കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് എന്റെ സ്വപ്നമായിരുന്നു. എപ്പോഴും അത് സ്വപ്നലോകത്താണ്. ഞാനതൊരു യഥാർത്ഥമായിട്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് അത്രത്തോളം ഞാൻ താലോലിച്ചിരുന്ന ഒരു സ്വപ്നമാണ്. അത് സ്വപ്നമായി തന്നെ അവശേഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അതിനുള്ള ഒരു അദമ്യമായ ആഗ്രഹമുണ്ട്. അപ്പോ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് കുറ്റവും കുറവുകളുണ്ട്. ഇല്ലെന്ന് അങ്ങനെ പരിപൂർണനായിട്ടൊരു സൃഷ്ടിയും ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ ഒരു കലാരൂപം അപൂർണതയുടെ രൂപം തന്നെയാണ് കലാരൂപം. ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് 3 തവണ ദേശീയ അവാർഡ് കിട്ടിയ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നടൻ, ഞാൻ ജന്മസിദ്ധമായി അത്ര കഴിവുള്ള ഒരു നടനല്ല, ഞാൻ എന്റെ അഭിനയത്തെ തന്നെ അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയാൻ സത്യസന്ധതയുണ്ട്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കാണാത്തതാണ്. ഞാൻ ആഗ്രഹ നടനാണ്. ഞാനൊരു ജന്മന എന്റെ രക്തത്തിലോ എന്റെ പരമ്പരയിലോ ഒന്നും അഭിനയില്ല. എന്റെ ഫാദർ വാപ്പൊരിക്കെ പറഞ്ഞത്, പുള്ളി ഏതോ പണ്ടൊരു ഫാൻസി ഡ്രസ് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ആകപ്പാടെ ഉള്ള ഒരു പൈതൃകമായിട്ടുള്ളൊരു പാരമ്പര്യം. എന്റെ അമ്മ വഴി എന്റെ അമ്മാവന്മാരൊക്കെ ചെറിയ നാടകങ്ങളൊക്കെ പണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും ഒരുപക്ഷെ ഇതിനെന്നെ സഹായിച്ചില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദമ്യമായ സിനിമയോടുള്ള അഭിനിവേശം, അല്ലെങ്കിൽ അഭിനയ സങ്കേതത്തോടുള്ള, അഭിനയം എന്ന് പറയുന്ന കലയോട്, അങ്ങനെ കലയാണെങ്കിൽ കലയോടുള്ള ഒരു ആവേശമാണ് എന്നെ നടനാക്കിയത്. ഒരുപക്ഷെ അങ്ങനെ എന്നിലൊരു കലാകാരനെ, ഒരു നടനെ ഒന്നും ഒരിക്കലും ഞാൻ കണ്ടെത്തിയിട്ടില്ല. മറ്റു നടന്മാർ അഭിനയിക്കുന്നത് കാണുമ്പോൾ ഇതുപോലെ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം മാറണം എന്റെ മനസ്സിൽ. അപ്പോൾ ആ ആഗ്രഹം കൊണ്ട് ഞാൻ വളർത്തിയെടുത്ത എന്റെ അശ്രാന്തമായ ഒരു കഠിന പ്രയത്നം കൊണ്ട് തേച്ച് മിനുക്കിയെടുത്ത ഒരു പ്രകടനമായി മാത്രമേ ഇപ്പൊ ഞാൻ കാണിക്കുന്നുള്ളൂ. പക്ഷെ എനിക്കൊരു വലിയ ആത്മധൈര്യം എന്ന് പറയുന്നത്, ഇത്രയും തേച്ച് മിനുക്കാമെങ്കിൽ ഇനിയും തേച്ചാൽ ഇനിയും മിനുക്കും. അപ്പോ അത് നമ്മുടെ മിനുക്കം പോകുന്നുണ്ടോ, മിനുക്കം കുറഞ്ഞോ എന്നുള്ളതാണ് നേരെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ നമ്മളിലേക്ക് തന്നെ നോക്കുന്നത് ഈ നമ്മൾ എത്രത്തോളം വളർന്നു, ഇനി എന്തോരം വളരാൻ പറ്റും, എന്തോരം കുഴപ്പങ്ങളുണ്ട്, എവിടേക്കാണ് അഴുക്ക് പിടിച്ചിരിക്കുന്നത്, എവിടേക്കാണ് ക്ലാവ് പിടിച്ചിരിക്കുന്നത്, നമുക്കൊന്ന് തുടച്ചു നോക്കണ്ടേ. അപ്പോ നമ്മൾ തന്നെ, അതായത് ഇതുപോലെ ഒരു അഭിമുഖത്തിൽ എന്നോട് ഒരു കരൺ താപ്പർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, എന്താ പറയാ, നമ്മൾ സ്വയം കണ്ടെത്തുക, നമ്മൾ റീഇൻവെന്റ് യുവർ സെൽഫ്, നമ്മളെ തന്നെ നമ്മൾ കണ്ടെത്തണം. വീണ്ടും റീഇൻവെൻഷനാണ് ഞാൻ നടത്തുന്നത്. എന്നെ തന്നെ ഞാൻ വീണ്ടും കണ്ടെത്തുകയാണ്. ഞാൻ എവിടെയാണിപ്പോ ഈ കാലഘട്ടത്തിൽ, ഇന്ന് അല്ലെങ്കിൽ നാളെ എവിടെയായിരിക്കണമെന്ന് ഞാൻ അന്വേഷിക്കുകയാണ്. അത് ഒരുപക്ഷെ അതിന്റെ ഫലമായിട്ട് തന്നെ എനിക്ക് ഇതുവരെ ചെയ്യാത്തതോ, ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായ ഒരുപാട് കഥാപാത്രങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നുണ്ട്. പക്ഷെ അത് എന്നെ സഹായിക്കുന്നുണ്ട്. അതെ, അപ്പൊ അതിനകത്തൊരു വൈരുദ്ധ്യം ഞാൻ കാണുന്നത്, ഇങ്ങനെ സ്വയം ഏറ്റവും വിമർശനാത്മകമായിട്ട് സ്വയം സമീപിക്കുന്ന ഒരു അഭിനേതാവ്, അതേസമയം തന്നെ അദ്ദേഹത്തിന് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തലക്കനം ഉണ്ടെന്നുള്ള ഒരു ഖ്യാതിയുണ്ട്. ഇത് ശരിക്കും രണ്ട് മമ്മൂട്ടിയാണ്. ഇത് ഏതാ ശരിക്കുള്ള മമ്മൂട്ടിയാണ്? ഈ തലക്കനത്തിന്റെ ഒരു സത്യസന്ധമായ ഒരു കുമ്പസാരം എന്ന് പറയുന്നത് തലക്കനമല്ല ശരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു സ്റ്റാർ, ഒരു താരം എന്നൊന്നും എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ താരത്തെ ചുമന്ന് നടക്കാത്തത്. നിങ്ങൾ യഥാർത്ഥത്തിൽ കാണുന്ന ആൾക്കാണ് ഈ തലക്കനമല്ല യഥാർത്ഥത്തിൽ. അത് എന്താണ് തലക്കനമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ചിരിക്കൂല, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള ആൾക്കാരെ നോക്കുന്നുണ്ടാവും, ഞാൻ എന്റെ വഴിക്ക് പോകും. ഇത് ഞാൻ മമ്മൂട്ടിയാണോ, ഞാനൊരു ഫിലിം ആക്ടറാണോ എന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ കാണിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്റെ മനസ്സിൽ അത് എപ്പോഴും കയറി വരില്ല. അതൊരു ആർജവത്തിന്റെ പ്രതിഫലനം മാത്രം എന്നും പറയാൻ ഒക്കൂല. അത് ഒരുപക്ഷെ അത് എനിക്ക് ഒരു അർഹിക്കാത്ത ഒരു സ്ഥാനത്ത് എന്നെ കയറ്റിയിരുത്തിക്കൊണ്ടുള്ള കുഴപ്പമാകും. ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല ഒരു നടൻ ബിഹേവ് ചെയ്യേണ്ടത്. ഒരു നടൻ കുറച്ചുകൂടെ ജനകീയമാവണം, കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ രീതിയല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ അവര് കാണാതെ തന്നെ അവരെ കാണുന്നുണ്ടല്ലോ, ഒരുപാട് ആളുകൾ കാണും. പക്ഷെ ഒരു പൊതുവേദിയിൽ അല്ലാതെ ഒറ്റയ്ക്ക് പോകുമ്പോഴൊക്കെ ഞാൻ മാത്രമാണ്. ഈ മറ്റേ സാധനം അങ്ങ് മാറും. അതായത് ഒറ്റയ്ക്കിരിക്കുന്ന മമ്മൂട്ടി, സെൽഫ് ഉണ്ടല്ലോ, കുറെ ആളുകളിൽ ചുറ്റൂരിക്കുന്ന മമ്മൂട്ടി എന്ന വലിയൊരു വ്യത്യാസമുണ്ട്.
മമ്മൂട്ടി ആകുന്നത് ആളുകളുടെ മുന്നിലിരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ വെറും മമ്മൂട്ടി തന്നെയാണ്, മനസ്സിലാവുന്നുണ്ട്. അപ്പോ ആ വീട്ടിലിരിക്കുന്ന അവസ്ഥകളിലാണ് പലപ്പോഴും സിനിമയിലല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിലല്ലാത്ത ഒറ്റയ്ക്ക് ഞാൻ പോകുന്ന ആള്, റോഡിൽ പോയാലും കാറിൽ പോയാലും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ബസ് സ്റ്റേഷനിൽ നിന്നാലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാലും ഒരു ബസ് സ്റ്റാൻഡിൽ മറ്റേ എയർപോർട്ടിൽ നിന്നാലും ഒക്കെ അവിടെ വെച്ചൊക്കെയായിരിക്കും ആൾക്കാർ കൂടുതലാണ്. അവിടെയൊക്കെ ഞാൻ സാധാരണ ഒരാളാണ്. അപ്പൊ ആ സമയത്തൊക്കെ ചിലപ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കില്ല, ഞാൻ ഇവരോടൊക്കെ ചിരിക്കണമല്ലോ, ഇവർക്കൊക്കെ എന്നെ അറിയാമല്ലോ എന്നൊന്നും ഞാൻ ആലോചിക്കില്ല. അതുകൊണ്ട് പരിപോകുന്നതാണ്. അത് എനിക്ക് അഫോർഡബിൾ അല്ല. ഞാൻ അഫോർഡബിൾ അല്ല, എന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് സൈക്കോളജിക്കലി എന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ആർക്കും അഫോർഡബിൾ അല്ല. കുടുംബത്തിനും അങ്ങനെയാണ്. അല്ല, അങ്ങനെയല്ല. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ അഫോർഡബിൾ അല്ല. എനിക്ക് എന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. ഒരു ആക്ടറെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ ഞാൻ. ഇങ്ങനെ വേണം ആക്ടർ, അങ്ങോട്ട് നോക്കരുത്, ഇന്നെ ദേഷ്യപ്പെടരുത്, ആളുകളോട് ഇങ്ങനെ വളരെ മയത്തി സംസാരിക്കണം, ചില വാക്കുകൾ ഉപയോഗിക്കും, ഇതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അതൊരു അച്ഛൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള നിലയിൽ അത് പറ്റുന്നുണ്ടോ? പിന്നെ അതിനൊന്നും കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അച്ഛനോ ഭർത്താവോ മകനോ അങ്ങനെയൊന്നും ഈ വക ജോലികളും ഈ വക റോളുകളിലൊന്നും ഞാൻ ആക്ടറല്ലോ, ഞാൻ ഒറിജിനൽ. ഞാൻ പറഞ്ഞത് മദ്യപിക്കില്ല, പുകവലിക്കില്ല. ഇനി അഥവാ വല്ലപ്പോഴും പുകവലിച്ചാൽ തന്നെ ഏലക്ക കഴിച്ചിട്ട് ഭാര്യയുടെ അടുത്ത് ചെല്ലുള്ളൂ. അപ്പൊ അനുസരണയുള്ള ഒരു ഭർത്താവാണോ? ഞാൻ പുകവലിക്കാറില്ല, തീരെ. ഇടയ്ക്ക് പുകവലിക്കാറില്ല, ഇപ്പൊ തീരെ വലിക്കാറില്ല. ഒരു 5-6 വർഷമായിട്ട് തീരെ. 5-6 ഞാൻ ശരിക്കും പറഞ്ഞാൽ 92 പുകവലി ആദ്യമായിട്ട് നിർത്തിയത്. അപ്പൊ ഒരു 6 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിർത്തി. പിന്നെ കിങ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ സുഖട്ടിരിക്കുന്ന കുറെ സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ശീലിച്ചപ്പോ കുറച്ച് ഒരു 6-7 മാസം പിന്നെ വലിച്ചു, പിന്നെ നിർത്തി, പിന്നെ ഇപ്പൊ തീരെയില്ല. ഇപ്പൊ കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ കലക്ടർ, SP, അങ്ങനെ ഏതാണ്ട് എല്ലാ ജോലികളും സിനിമയിലെ അതിന്റെ ഭാഗമൊക്കെ മമ്മൂട്ടി അഭിനയിച്ചു. എല്ലാ ജോലികളും ചെയ്യുന്നു പറയുമ്പോൾ ചെയ്തിട്ടുണ്ട്. കാലത്ത് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ അറിയാം, രാപ്പകൽ എന്ന് പറഞ്ഞ സിനിമയിൽ സകല വീട്ടുജോലിയും ചെയ്തു. ഇങ്ങനെ പല സ്ത്രീകളും പലപ്പോഴും എന്നെ കാണുമ്പോഴേ രാപ്പകൽ കണ്ടതിന് ശേഷം ഇത്രത്തോളം നിങ്ങൾ അരിയാട്ടുന്നത് എങ്ങനെയാണ്? എന്റെ വീട്ടിൽ അങ്ങനെ ഒരു പാരമ്പര്യമില്ല. ഞങ്ങളാരും വീട്ടിൽ രാവിലെ ദോശ ഉണ്ടാക്കാറില്ല. മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നാണല്ലോ ഞാൻ. വീട്ടിൽ അപ്പോ ഞങ്ങൾക്ക് രാവിലെ ഈ ദോശയും ഇഡ്ഡലിയൊന്നുമില്ല. പിന്നീട് കുറച്ചുകൂടെ നമ്മൾ വളർന്നപ്പോഴും മുതിർന്നപ്പോഴാണ് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. എന്റെ കുട്ടിക്കാലത്തോ അങ്ങനെ ഞങ്ങൾക്ക് വന്നവര് അപ്പം, അല്ലെങ്കിൽ പുട്ട്, അങ്ങനെ ഇടിയപ്പം, അതൊക്കെയാണ് രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പൊ ഞാനിത് അങ്ങനെ ആട്ടുന്നത് എങ്ങനെയാണെന്ന് എന്നോടൊരു ഒരുപാട് സ്ത്രീകൾ കിട്ടുന്നുണ്ട്. അതിനോട് പാട്ടും പാടുന്നു. അല്ല, അങ്ങനെ പല ജോലികളും സിനിമയിൽ ചെയ്തത് മിക്കവാറും എല്ലാ ജോലികളും മമ്മൂട്ടിക്ക് വഴങ്ങുന്ന സിനിമ കണ്ടാൽ തോന്നുള്ളൂ. പക്ഷേ ജീവിതത്തില് യഥാർത്ഥ ജീവിതത്തിൽ വഴങ്ങില്ല എന്ന് തോന്നിയ ഒരു ജോലി പറയാമോ? വഴങ്ങില്ല എന്ന് യഥാർത്ഥ ജീവിതത്തിലൊന്നും എനിക്ക് വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ ശ്രമിച്ചിട്ട് നല്ലവണ്ണം വഴങ്ങുമെന്ന് തോന്നിയ വക്കീൽപ്പണി തന്നെയാണ്. അതിലൊന്നും വഴങ്ങും തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അങ്ങനെ വക്കീലായിരുന്നാലും ഒരു മോശം വക്കീലാവില്ല എന്നില്ല. കാരണം അത്രത്തോളം എനിക്ക് ഒരു ഡെഡിക്കേഷൻ എല്ലാത്തിനോടും ഭയങ്കര ആർത്തിയായിരുന്നു. നന്നാവണം. എന്റെ ഈ പറഞ്ഞ ജാതകവശാൽ ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അത് വിശാഖ നക്ഷത്രം, ഗുർഗു, അതിനൊക്കെ എല്ലാത്തിനുള്ള കുഴപ്പം എനിക്കുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് പറഞ്ഞ പോലെ ഒരു നക്ഷത്രവശാലിൽ ഈ സ്വഭാവക്കാരനാണ്. അല്ല, നക്ഷത്രം നോക്കുന്ന രീതിയുണ്ട്. അല്ല, പറഞ്ഞു കേൾക്കുമല്ലോ. ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പം ബിസിനസിന് പൈസ അങ്ങനെയൊന്നും നോക്കാം, അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല. അത് നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചാതുര്യം കൊണ്ടോ ഒക്കെ നേടാവുന്ന കാര്യങ്ങളാണ് ഈ ബിസിനസ്സും അതുപോലുള്ള സിനിമ അഭിനയമൊക്കെ ഒഴിച്ചാൽ വേറെ ചില കാര്യങ്ങൾ ഒഴിച്ചാൽ. അല്ല, പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് പെർഫെക്ഷൻ കൊണ്ട് ഒരു ടെൻഷനും ഉണ്ടാവില്ല. പെർഫെക്ഷൻ കൊണ്ട് ഒരുപാട് നഷ്ടം വരും. അതായത് എല്ലാവർക്കും എല്ലാ പെർഫെക്ഷൻ വേണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ മനസ്സ് പോകുന്നത് പോലെ ഞാൻ എന്റെ ശരീരം സഞ്ചരിക്കണം, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ളവരും വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നടക്കുന്ന കാര്യമാണ്. അതാണ് ഞാൻ എന്റെ സ്പീഡ്, തിങ്കിങ്ങിന്റെ സ്പീഡാ. അത് വലിയ ബുദ്ധിമുട്ടാണ്. അതൊന്നൊക്കെ ഒരുതരം മൗഢ്യങ്ങൾ, വിഡ്ഢിത്തരങ്ങളാണ്. ഒന്നാലും